ഹലോ, എല്ലാവർക്കും ഡി എസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാമ്പാറിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. എന്ന റെസിപ്പിയിലേക്ക് പോകാം. അതിനുവേണ്ടി ഞാൻ ആദ്യം തന്നെ തുവരപ്പരിപ്പാണ് എടുത്തിട്ടുള്ളത്, സാമ്പാർ പരിപ്പ്. അത് അരമണിക്കൂറോളം വെള്ളത്തിലിട്ട് വെച്ചതാണ്. അത് നല്ലതുപോലെ കഴുകിയെടുത്തതിന് ശേഷം ഒരു കുക്കറിലിട്ട് വേവിച്ചെടുക്കണം. പാകത്തിന് വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടീസ്പൂണോളം വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊരു 3-4 വിസിൽ വരുന്നത് വരെ നന്നായിട്ട് വേവിച്ചെടുക്കണം. ഇതൊന്ന് വെന്ത് വരട്ടെ. ആ സമയം പച്ചക്കറികളെല്ലാം വേവിച്ചെടുക്കണം. അതിനുവേണ്ടി ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു വലിയ ഉരുളക്കിഴങ്ങാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമ്മളതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു വലിയ ക്യാരറ്റാണ്. പിന്നെ മത്തനാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു ചെറിയ പീസ് മത്തനും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നിർബന്ധമായും ഇട്ട് കൊടുക്കണം. ഇപ്പോൾ ഒരു മുരിങ്ങക്കായും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്കൊരു സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു കഷ്ണം ഇഞ്ചി, വെളുത്തുള്ളി, ഒരു തുടം വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് കൂടുതലാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് എരിവിനാവശ്യമായിട്ട് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നിങ്ങൾക്ക് കയ്യിലുള്ള ഏത് പച്ചക്കറിയും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ്. ഇത് നിർബന്ധമായും ചേർത്ത് കൊടുക്കണം. വെജിറ്റബിൾ വേവുന്ന സമയത്ത് ചേർത്ത് കൊടുക്കണം. ഇനി പൊടികൾ ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇതെല്ലാം ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് വേവിച്ചെടുക്കാം. ഇനിയിപ്പോൾ ഈ പച്ചക്കറി വേവിക്കാൻ വെച്ച സമയം തന്നെ നമ്മൾ ഒരു നുള്ള് കായം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് പച്ചക്കറി വേവുന്ന സമയം തന്നെ ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കണം. ഇനിയിപ്പോൾ നമ്മളെ പച്ചക്കറിയെല്ലാം ഒന്ന് വെന്ത് വരട്ടെ. ഇപ്പോൾ നമ്മളെ പച്ചക്കറിയെല്ലാം നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച പരിപ്പാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. ഇതിൽ നമ്മൾ തേങ്ങയൊന്നും ചേർക്കുന്നില്ല. സാമ്പാറിന് പരിപ്പ് മാത്രമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇതിപ്പോൾ പരിപ്പെല്ലാം വേവിച്ചത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം എല്ലാം കൂടി ഒന്ന് സെറ്റാക്കി എടുക്കണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നല്ലതുപോലെ സെറ്റായി വന്നതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് വെണ്ടയ്ക്കയാണ്. സാമ്പാറിന് ആവശ്യമുള്ള പുളി പിഴിഞ്ഞ് അതിലേക്കാണ് നമ്മൾ വെണ്ടയ്ക്ക ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂണോളം സാമ്പാർ പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ സാമ്പാർ ഉണ്ടാക്കുമ്പോൾ സാമ്പാർ പൊടി വെള്ളത്തിൽ കലക്കി ഒഴിച്ചു കൊടുത്താൽ അതിനൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. നിങ്ങളെല്ലാവരും ഒരു തവണ ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം പറയണേ. ഇപ്പോൾ നമ്മൾ ഇതെല്ലാം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് തിളച്ച് കുറുകി സെറ്റായി വരണം. ഇപ്പോൾ കറിയെല്ലാം നല്ലതുപോലെ തിളച്ച് റെഡിയായി വന്നിട്ടുണ്ട്. മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് വറുത്തിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. വറുത്തിടാൻ വേണ്ടി ഒരു പാൻ എടുത്ത് അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം കോക്കനട്ട് ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ നമ്മൾ 1 ടീസ്പൂണോളം കടുകിട്ട് പൊട്ടിച്ചെടുക്കണം. വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം കടുകിട്ട് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ ഇതിലേക്ക് കറിവേപ്പിലയും മല്ലിയിലയും 1 വറ്റൽമുളകുമാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിലേക്ക് മല്ലിയില നിർബന്ധമായിട്ടും ഇട്ട് കൊടുക്കണം. അത് നല്ലൊരു ടേസ്റ്റാണ് കൊടുക്കുക. ഇനിയിപ്പോൾ ഒരു 1/4 ടീസ്പൂൺ കായവും കൂടി ഇട്ട് കൊടുത്ത് എല്ലാം കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഇനി സാമ്പാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ രുചികരമായ സാമ്പാറിൻ്റെ ഒരു റെസിപ്പിയാണിത്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിക്കൊള്ളൂ കേട്ടോ. എന്നാൽ അടുത്ത റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം.